നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. നിർമ്മിത ബുദ്ധി ആണവോർജം പോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. AI വികസിപ്പിക്കുന്നതിനോടൊപ്പം ആഗോള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക മുഖ്യമെന്നും AI പ്ലീനറി സമ്മേളനത്തിൽ മോദി. मानते हैं कि AI जैसी तकनीक तभी दुनिया के लिए लाभकारी होगी जब उसे शेयर किया जाएगा, जब कोड ओपन होंगे और शेयर किए जाएंगे, तभी हमारे मिलियंस ऑफ यंग माइंड्स. വിശാഖപട്ടണത്ത് $15 മില്യൺ AI ഹബ്ബ് സ്ഥാപിക്കുമെന്ന് ഗൂഗിൾ CEO സുന്ദർ പിച്ചെ. 45 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് നാളെ സമാപനം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ശ്രീകോവിലിലെ സ്വർണ്ണ സാമ്പിൾ ജംഷഡ്പൂരിലെ ലാബിൽ പരിശോധിക്കുമെന്ന കാര്യം SIT കോടതിയെ അറിയിക്കും. കൊടിമര പുനർനിർമ്മാണ ക്രമക്കേടിലെ അന്വേഷണ പുരോഗതിയും കോടതിക്ക് മുന്നിലെത്തും. തന്ത്രി കണ്ഠരർ രാജീവരെ ചോദ്യം ചെയ്യാനൊരുങ്ങി ED. കട്ടിളപ്പാളി കേസിൽ A. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ വിധി നാളെ. ആറന്മുളയിലെ വിവാദ IT പദ്ധതിയിൽ നിന്നും പിന്മാറി സംസ്ഥാന സർക്കാർ. നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. IT പാർക്ക് പദ്ധതിയുമായി രംഗത്തെത്തിയത് ആറന്മുള വിമാനത്താവള സംരംഭകർ KGS ഗ്രൂപ്പ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊരുങ്ങി കോൺഗ്രസ്. മത്സരിക്കാനില്ല എന്ന് മുൻ മന്ത്രി K. ബാബു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച് UDF. തിങ്കളാഴ്ച നടക്കുന്ന ഇടതുമുന്നണി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കാനൊരുങ്ങി CPM. BJP സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള ചർച്ചകൾക്കായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിച്ചതോടെ ദുരിതത്തിലായി രോഗികൾ. OP ബഹിഷ്കരണത്തോടൊപ്പം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെച്ചു. ഇടപെടാതെ ആരോഗ്യവകുപ്പ്. CPM സൈബർ ടീമിൽ അതൃപ്തി പുകയുന്നു. MP നികേഷ് കുമാറിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് സൈബർ ടീമിന്റെ ചുമതല ഒഴിഞ്ഞ് മുതിർന്ന മാധ്യമപ്രവർത്തകർ. പ്രചാരണങ്ങൾ പലതും പാളിയെന്ന് വിമർശനം. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും അതൃപ്തി. നിർമ്മിത ബുദ്ധിയെ ആണവോർജം പോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. AI വികസിപ്പിക്കുന്നതിനോടൊപ്പം ആഗോള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക മുഖ്യമെന്നും AI പ്ലീനറി സമ്മേളനത്തിൽ മോദി പറഞ്ഞു. 45 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് നാളെ സമാപനമാകും. ഇന്ത്യയെ ആഗോള AI ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ലോകം ഉറ്റുനോക്കുന്ന ഉച്ചകോടിയിൽ ടെക് രാജാക്കന്മാർ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ രാജ്യത്തിന് വൻ നിക്ഷേപ വാഗ്ദാനങ്ങളാണ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, കൽക്കോം തുടങ്ങിയ ആഗോള ടെക് ഭീമന്മാർ ഇന്ത്യയിൽ വൻതോതിലുള്ള നിക്ഷേപം ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ ഡാറ്റാ സെന്ററുകളും പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലുകളും വികസിപ്പിക്കാനാണ് കമ്പനികളുടെ പദ്ധതി. ഇത് രാജ്യത്തെ സാങ്കേതിക വിദ്യാരംഗത്ത് വലിയ വിപ്ലവത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. AI വികസിപ്പിക്കുന്നതിനോടൊപ്പം ആഗോള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് പ്രധാനമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. മനുഷ്യരും ബുദ്ധിപരമായ സംവിധാനങ്ങളും ഒരുമിച്ച് സൃഷ്ടിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് പരിണമിക്കുകയും ചെയ്യുന്ന ഒരു യുഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം നിർമ്മിത ബുദ്ധിയിലൂടെ നിർണായക ചുവട് വെക്കുമ്പോഴും കരുതലുണ്ടാകണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. कि AI जैसी तकनीक तभी दुनिया के लिए लाभकारी होगी जब उसे शेयर किया जाएगा, जब कोड ओपन होंगे और शेयर किए जाएंगे, तभी हमारे मिलियंस ऑफ यंग माइंड्स उन्हें बेहतर और सुरक्षित बना पाएंगे. രാവിലെ 11 മണിയോടെ മറ്റു നേതാക്കൾക്കൊപ്പം പ്രധാനമന്ത്രി ഇന്ത്യ AI ഇമ്പാക്ട് എക്സ്പോ 2026 വിവിധ രാജ്യങ്ങളുടെ പവലിയനുകളും സന്ദർശിച്ചു. ലീഡേഴ്സ് പ്ലീനറിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ഭരണനിർവഹണം, അടിസ്ഥാന സൗകര്യങ്ങൾ, അന്താരാഷ്ട്ര സഹകരണം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ AI ബന്ധപ്പെട്ട ദേശീയ ആഗോള മുൻഗണനകൾക്ക് രൂപം നൽകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അടക്കം 20 രാഷ്ട്ര നേതാക്കളും 45 രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള മന്ത്രിതല സമിതിയും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും ഉദ്ഘാടനം
ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 2 ദിവസത്തെ ഉച്ചകോടിയിൽ AI കമ്പനികളുടെ CEOമാർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധരടക്കം 500ഓളം പേർ പങ്കെടുക്കും. ഇന്ത്യയെ ആഗോള AI ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. AI ചിലരുടെ കുത്തകയാകരുതെന്നും ജനാധിപത്യ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കരുത്തേകി ഗൂഗിളിന്റെ നിർണായക പ്രഖ്യാപനങ്ങൾ. വിശാഖപട്ടണത്ത് $15 ബില്യൺ പദ്ധതി പ്രഖ്യാപിച്ച് ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ. ഗിഗാവാട്ട് സ്കെയിലുള്ള കമ്പ്യൂട്ടിംഗ് ശേഷിയും സമുദ്ര കേബിൾ ഗേറ്റ്വേയും ഉൾപ്പെടുന്നതാകും ഈ ഹബ്ബ്. 2026 AI ഇമ്പാക്ട് സമ്മിറ്റിൽ സംസാരിക്കവെയാണ് ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ അവതരിപ്പിച്ചു. ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ ഇന്ത്യ AI രംഗത്ത് അസാധാരണമായ ഒരു വളർച്ചാ പാതയിലാണ് എന്നും ആ യാത്രയിൽ പങ്കാളിയാകാൻ ഗൂഗിൾ ആഗ്രഹിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. We are known for our talent, young talent, and then our young talent, and we are very proud of people like you who go out and do such fantastic work. But what has to change in India so that the next Sundar or Sundar 2.0 stays here and builds the world's most magical AI company in India? Look, I think, it's already changed. When I look at, India has been producing extraordinary companies, right? When you look at companies like Flipkart, Oyo, etc. These are all companies homegrown here, and they're doing really, really well. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരർ രാജീവരെ ED ഉടൻ ചോദ്യം ചെയ്യും. SIT രജിസ്റ്റർ ചെയ്ത കേസിൽ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ED സമൻസ് അയക്കാൻ ഒരുങ്ങുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മുരാരി ബാബു അടക്കമുള്ളവരെ ED ചോദ്യം ചെയ്തിരുന്നു. SIT രജിസ്റ്റർ ചെയ്ത കേസിൽ 41 ദിവസത്തിന് ശേഷമാണ് തന്ത്രി കണ്ഠരർ രാജീവർക്ക് ജാമ്യം ലഭിച്ചത്. ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിൽ തന്ത്രിയെ ED ഉടൻ ചോദ്യം ചെയ്യും. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടോ എന്ന് ED പരിശോധിച്ചു വരികയാണ്. നേരത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, S ശ്രീകുമാർ അടക്കമുള്ള പ്രതികളെ ED ചോദ്യം ചെയ്തിരുന്നു. കൂടാതെ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ച നടൻ ജയറാമിനെയും ED ചോദ്യം ചെയ്തു. ഇവരിൽ നിന്നെല്ലാം തന്ത്രിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ED ശേഖരിച്ചിട്ടുണ്ട്. SIT നൽകിയ റിപ്പോർട്ടും കൂടി പരിഗണിച്ചാകും EDയുടെ ചോദ്യം ചെയ്യൽ. തന്ത്രിയുടെ അറിവോടെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുള്ളതെന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. തന്ത്രി അനുമതി നൽകിയതാണ് സ്വർണം അപഹരിക്കാൻ അവസരമൊരുക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഉത്തരവാദിത്തമുള്ളതെന്ന തന്ത്രിയുടെ വാദങ്ങളും ED പരിശോധിക്കും. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ശ്രീകോവിലിലെ സ്വർണ്ണ സാമ്പിൾ ജംഷഡ്പൂരിലെ ലാബിൽ പരിശോധിക്കുമെന്ന കാര്യം SIT കോടതിയെ അറിയിക്കും. കൊടിമര പുനർനിർമ്മാണ ക്രമക്കേടിൽ അന്വേഷണ പുരോഗതിയും കോടതിക്ക് മുന്നിലെത്തും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ വിധി നാളെ. പത്മകുമാറിന്റെ സ്വാഭാവിക ജാമ്യ ഹർജി പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതി വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. കട്ടളപ്പാളി കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ നിയമപരമായി അർഹതപ്പെട്ട ജാമ്യം ലഭിക്കാനാണ് പത്മകുമാർ ഹർജി നൽകിയിരിക്കുന്നത്. നാളെ ജാമ്യം ലഭിച്ചാലും ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ പത്മകുമാറിന് ജയിൽ മോചിതനാകാൻ സാധിക്കില്ല. പത്തനംതിട്ടയിലെ ആറന്മുള വിവാദ IT പദ്ധതിയിൽ നിന്നും ഒടുവിൽ സർക്കാർ പിന്മാറുന്നു. നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് പിന്മാറ്റം. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ചാണ് തീരുമാനം. വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യം അധികൃതർ വ്യക്തമാക്കിയത്. ആറന്മുളയിലെ വിമാനത്താവള സംരംഭകരായിരുന്ന KGS ഗ്രൂപ്പായിരുന്നു IT പാർക്ക് പദ്ധതിയുമായി രംഗത്ത് എത്തിയിരുന്നത്. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കാൻ മുന്നണികൾ. കോൺഗ്രസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ആദ്യഘട്ട പ്രഖ്യാപനമുണ്ടാകും. തിങ്കളാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിന് പിന്നാലെ CPM-നും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കും. ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് BJP-യുടെയും നീക്കം. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി ഒന്നാം ഘട്ട പ്രഖ്യാപനം നടത്തി കളം നിറയാനാണ് മുന്നണികൾ തയ്യാറെടുക്കുന്നത്. ഘടകകക്ഷി ചർച്ചകളടക്കം ആദ്യം തുടക്കമിട്ട കോൺഗ്രസ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും മുന്നിലാകാനാണ് ശ്രമിക്കുന്നത്. ഈ മാസം 25-നകം ഒന്നാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സിറ്റിംഗ് MLA-മാരുടെയും പ്രമുഖ നേതാക്കളുടെയും പ്രഖ്യാപനമാകും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക.
പാലക്കാടും തൃപ്പൂണിത്തുറയിലും ഒഴികെ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമെങ്കിലും യൽദോസ് കുന്നപ്പള്ളിയുടെയും IC ബാലകൃഷ്ണന്റെയും കാര്യത്തിൽ ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. അതേസമയം ഇടതുമുന്നണി യോഗം തിങ്കളാഴ്ച ചേർന്ന ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചകൾ അന്തിമമാക്കും. അതിനു മുമ്പ് ശനിയാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും വെള്ളിയാഴ്ച CPI നേതൃയോഗവും ചേരുന്നുണ്ട്. കേരള കോൺഗ്രസ് ഉൾപ്പെടെ മറ്റു ഘടകകക്ഷികൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. നേതൃയോഗങ്ങൾക്ക് തൊട്ടു പിന്നാലെ തന്നെ പ്രഖ്യാപനം നടത്താനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. അതേസമയം ഒന്നാം ഘട്ടത്തിൽ 30 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകാനാണ് BJPയും തയ്യാറെടുക്കുന്നത്. ഈ മാസം അവസാനത്തോടെ BJPയുടെ ആദ്യഘട്ടം പ്രഖ്യാപിക്കുകയാണ്. A+ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളാകും ആദ്യഘട്ടത്തിൽ BJP പ്രഖ്യാപിക്കുക. രാജീവ് ചന്ദ്രശേഖർ, K. സുരേന്ദ്രൻ, V. മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ആദ്യഘട്ടത്തിൽ ഇടം നേടും. മാർച്ച് ആദ്യവാരത്തിലാണ് ഏറെക്കുറെ വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഒന്നാം ഘട്ട പ്രഖ്യാപനം നടത്തി ചുവടുറപ്പിക്കുകയാണ് മുന്നണികൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KGMCTA-യുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ സമരം 4ാം ദിനത്തിലേക്ക് കടന്നതോടെ സംസ്ഥാനത്തെ ആരോഗ്യമേഖല സ്തംഭിക്കുകയാണ്. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ഇന്നു മുതൽ നടത്തില്ല എന്നാണ് ഡോക്ടർമാരുടെ തീരുമാനം. അതേസമയം ശസ്ത്രക്രിയയ്ക്കായി തീയതി ലഭിച്ച് കാത്തിരിക്കുന്ന നിരവധി രോഗികളും ഇതോടെ ആശങ്കയിലാണ്. ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് അടിയന്തര ശസ്ത്രക്രിയ ഒഴികെ മറ്റെല്ലാ ശസ്ത്രക്രിയകളും മാറ്റിവെച്ചാണ് KGMCTA സമരം ശക്തമാക്കുന്നത്. വാർഡിൽ കഴിയുന്ന രോഗികളിൽ ഗുരുതരാവസ്ഥയിലുള്ള കേസുകൾ എമർജൻസി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ശസ്ത്രക്രിയ നടത്തും. കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, IP ചികിത്സ, മറ്റടിയന്തര ചികിത്സകൾ, പോസ്റ്റ്മോർട്ടം പരിശോധന എന്നിവയെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 26 മുതൽ എല്ലാ പരീക്ഷാ ജോലികളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. അതേസമയം ഡോക്ടർമാർ സമരം കടുപ്പിച്ചതോടെ രോഗികളാണ് വലയുന്നത്. കൈക്ക് ഫ്രാക്ചർ ഉണ്ടായിരുന്നു, KVR ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 6 ആഴ്ചയായി. അപ്പോൾ 2 ആഴ്ച മുമ്പ് അന്നേരം പറഞ്ഞു ഈ രണ്ടാഴ്ച കൂടി കഴിഞ്ഞിട്ട് റെഡിയാക്കാമെന്നാണ്, റിമൂവ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇവിടെ എത്തിയവരാണ് പറഞ്ഞത് സമരത്തിലാണ്. ഓൺലൈനായിട്ട് എടുത്തതാണ് OP ടിക്കറ്റ്. അപ്പോൾ ഇവിടെ കൗണ്ടറിൽ വന്നവരാണ് മൊത്തം കാലിയാണ്, ഡോക്ടേഴ്സ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കിട്ടിയില്ല, പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ ആംബുലൻസിലെ ഡ്രൈവറാണ്. ഇവിടെ ഇന്നലെ മെഞ്ഞാന്നൊക്കെ വന്നിട്ട് വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഡോക്ടർമാർ എന്തിനാ സമരം ചെയ്യുന്നത് ഏതാണെന്നുള്ളത് ഒരു പിടുത്തില്ല. കാരണം വെച്ചാൽ ഇപ്പം പേഷ്യൻറ്റിനെ കൊണ്ടുവന്നിട്ട് വണ്ടി അവിടെ എടുക്കുക, ഇതാണ് ഇവിടുത്തെ സ്ഥിതി. വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ശരാശരി ഒരു ദിവസം 80ഓളം ശസ്ത്രക്രിയകളെങ്കിലും വിവിധ വിഭാഗങ്ങളിലായി ഓരോ മെഡിക്കൽ കോളേജിലും നടക്കുന്നുണ്ട്. ഇതാണിപ്പോൾ നിലച്ചിരിക്കുന്നത്. ഘട്ടം ഘട്ടമായാണ് സമരം ശക്തമാക്കിയതെന്നും സർക്കാർ അനുകൂല സമീപനം സ്വീകരിക്കുന്നില്ലെന്നുമാണ് KGMCTA-യുടെ പരാതി. ഭാവിയിലെ ഡോക്ടർമാരാണ് ഇവിടെ പഠിക്കുന്നത്, അതും അതിൻ്റെ ഹെക്റ്റിക്കായിട്ടുള്ളൊരു ഷെഡ്യൂൾഡാണ്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അക്കാഡമിക് ബോയ്ക്കോട്ടിലേക്ക് നമ്മളെ തള്ളിവിടുകയാണ് സർക്കാർ ചെയ്യുന്നത്. കാരണം നമ്മൾ പടിപടിയായിട്ടാണ് നമ്മുടെ സമരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. 24ാമത്തെ ദിവസമാണ് ഞങ്ങളുടെ നിരാഹാര സമരം, 4ാമത്തെ ദിവസമാണ് OP ബഹിഷ്കരണം, കണ്ടിന്യൂസ് ആയിട്ടുള്ള OP ബഹിഷ്കരണം. ഇന്നിപ്പോൾ എലക്റ്റീവ്സാണ് ബഹിഷ്കരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നീങ്ങിയിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഉചിതമായ അല്ലെങ്കിൽ ന്യായമായ ഒരു തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല. സമരം 4 ദിവസം പിന്നിടുമ്പോഴും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതാണ് ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത്. ജോലിഭാരം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് PG ഡോക്ടർമാരും സമരത്തിലേക്ക് കടക്കാനിരുന്നതാണ്. ചർച്ചയോടെ PG ഡോക്ടർമാർ സമരത്തിൽ നിന്നും പിന്മാറി. രേഖാമൂലമുള്ള ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ PG ഡോക്ടർമാരും സമരത്തിലേക്ക് നീങ്ങും. ഇത് സർക്കാരിനെയും ആരോഗ്യ മേഖലയെയും കടുത്ത പ്രതിസന്ധിയിലേക്കും തള്ളിവിടും. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. CPM സൈബർ ടീമിൽ പൊട്ടിത്തെറി. MV നികേഷ് കുമാറിന്റെ ഏകപക്ഷീയ നടപടികളിൽ പ്രതിഷേധിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകരായ KV സുധാകരൻ, K മോഹൻദാസ്, ES സുഭാഷ് എന്നിവർ ഡിജിറ്റൽ ടീം ചുമതല ഒഴിഞ്ഞു. നികേഷ് കുമാറിനെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അനാവശ്യമായി സംരക്ഷിക്കുന്നു എന്ന ആരോപണവും ശക്തമാണ്. ഡിജിറ്റൽ വിങ്ങിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ കാര്യക്ഷമമല്ല എന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രിക്കുമുള്ളത്. MV നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ശേഷം CPM മീഡിയ സെല്ലിന്റെ ചുമതല എന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയാണ് നിർവഹിച്ചിരുന്നത്. എന്നാൽ ഏറെ നാളുകളായി CPMന്റെ ഡിജിറ്റൽ വിഭാഗത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ പുകയുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്തിയ നേതൃയോഗത്തിലും ഡിജിറ്റൽ വിഭാഗം കാര്യക്ഷമമായി ഇടപെടൽ നടത്തിയിരുന്നില്ല എന്ന വിമർശനമാണ് ഉയർന്നിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം സർക്കാരും പാർട്ടിയും പ്രതിരോധത്തിലാകുന്ന ഒട്ടേറെ സന്ദർഭങ്ങളിൽ ഇടപെടൽ നടത്താൻ സൈബർ ടീമിന് കഴിയാതെ പോയി എന്നും വിലയിരുത്തലുണ്ട്. MV നികേഷ് കുമാർ പല കാര്യങ്ങളിലും ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതാണ് ഡിജിറ്റൽ മീഡിയയ്ക്കുള്ളിൽ ഉയരുന്ന പ്രധാന ആക്ഷേപം.
പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നികേഷ് കുമാറിന് അനാവശ്യ പിന്തുണ നൽകുന്നുവെന്നും AKG സെന്ററിലേക്ക് കൊണ്ടുവന്നിരുത്തിയിട്ടും സെക്രട്ടറി നയിക്കുന്ന മേഖലാ ജാഥകളിലെ പ്രചാരണം പോലും പാളിയെന്നുമാണ് വിമർശനം. സാമൂഹ്യ മാധ്യമങ്ങളിലെ CPMന്റെ ഇടപെടൽ ശരിയാകുന്നില്ല എന്നും വീഴ്ചകൾ ആവർത്തിക്കുന്നുവെന്നും മുഖ്യമന്ത്രിക്കും അഭിപ്രായമുണ്ട്. ഈ ഘട്ടത്തിലാണ് സൈബർ ടീമിൽ തന്നെ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നത്. ദേശാഭിമാനി മുൻ ന്യൂസ് എഡിറ്റർമാരായ KV സുധാകരൻ, K മോഹൻദാസ്, ES സുഭാഷ് എന്നീ മുതിർന്ന മാധ്യമപ്രവർത്തകർ ഡിജിറ്റൽ ടീം ഒഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി UDFനെതിരെ CPMന്റെ ഡിജിറ്റൽ ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. ആ ഇരുണ്ട കാലം ഇനി വേണ്ട എന്ന പേരിൽ ആവേശത്തോടെ ക്യാമ്പയിന് തുടക്കമിട്ടതിന്റെ തൊട്ടടുത്ത ദിവസമാണ് CPM സൈബർ ടീമിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആറന്മുള ഇലക്ട്രോണിക് സിറ്റി പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റത്തിൽ നിലപാട് മാറ്റമില്ല എന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഭൂമി സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ കാരണമാണ് എതിർപ്പുണ്ടായിരുന്നത്. അക്കാര്യങ്ങളിൽ ഇപ്പോഴും മാറ്റമില്ല എന്ന് മന്ത്രി പറഞ്ഞു. മുൻമന്ത്രിയും തൃപ്പൂണിത്തുറ MLAയുമായ K ബാബു ഇത്തവണ മത്സരിക്കില്ല. മത്സരിക്കണമെന്ന് പാർട്ടി നേതാക്കൾ ഒന്നിച്ച് ആവശ്യപ്പെട്ടുവെങ്കിലും ഇത്തവണ മത്സരിക്കാനില്ല എന്ന് ബാബു അറിയിച്ചു. പിൻഗാമിയെ പറയുന്നില്ല എന്നും കോൺഗ്രസിന് അനുകൂല സാഹചര്യമാണ് മണ്ഡലത്തിൽ ഉള്ളത് എന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ പാർട്ടി നേതൃത്വം കണ്ടെത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം UDFൻ്റെ പക്ഷത്ത് ഈ പ്രാവശ്യവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറാണെന്നാണ് പറഞ്ഞത്, പ്രത്യേകിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പിന്നെ ഒരു അംഗത്തിന് ബാധ്യതയുണ്ടെങ്കിൽ അപ്പം നോക്കാം. തെരഞ്ഞെടുപ്പിലെ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച് UDF. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയിലാണ് വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്. യൂണിവേഴ്സിറ്റികളിൽ സ്വയംഭരണവും അക്കാദമിക് നേതൃത്വവും ഉറപ്പാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ന്യൂജൻ കരിക്കുലം വികസിപ്പിക്കും. വയനാട് മരിച്ച സിദ്ധാർത്ഥിന്റെ പേരിൽ ആന്റി റാഗിംഗ് സംവിധാനം നടപ്പിലാക്കുമെന്ന് VD സതീശൻ വ്യക്തമാക്കി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പരീക്ഷിച്ച് വിജയിച്ച സെമസ്റ്റർ ഇൻ ഇന്ത്യ പ്രോഗ്രാം എന്നുള്ള ആശയം അത് പിന്നീട് നിർത്തി സെമസ്റ്റർ ഇൻ കേരള എന്ന പേരിൽ പുനരാരംഭിക്കും. അതായത് ലോകത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഒരു സെമസ്റ്റർ ഔട്ട്സൈഡ് പോയി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സെമസ്റ്റർ ഇൻ കേരള എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ കുറേ കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിലെ കുട്ടികൾ അവരുടെ സെമസ്റ്റർ ഔട്ട്സൈഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അല്ലേ സെമസ്റ്റർ ഇൻ കേരള എന്നുള്ള പ്രോഗ്രാമിലേക്ക് എത്തും. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഏറ്റുവാങ്ങിയ എഴുത്തുകാരന് വധഭീഷണി. VS അനിൽകുമാറിന്റെ കണ്ണപുരത്തെ വീടിന് മുന്നിൽ അജ്ഞാതർ റീത്ത് വെച്ചു. സംഭവത്തിൽ കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്ന നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം ഏറ്റുവാങ്ങിയത് VS അനിൽകുമാർ ആയിരുന്നു. പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതിനും സോഷ്യൽ മീഡിയയിലൂടെ CPM നേതൃത്വത്തെ വിമർശിക്കുന്നതിനുമുള്ള ഭീഷണിയായിട്ടാണ് റീത്ത് വെച്ചതെന്നാണ് സൂചന. രാവിലെ മകനെ ഫുട്ബോൾ കോച്ചിങ്ങിനായി കൊണ്ടുപോകാൻ വാതിൽ തുറന്നപ്പോഴാണ് വീടിന്റെ ഗേറ്റിന് സമീപം റീത്ത് കണ്ടത്. നിലവിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്തരിച്ച പ്രമുഖ ചിന്തകനും പ്രൊഫസറുമായ MN വിജയന്റെ മകനാണ് അനിൽകുമാർ. അമൃത ന്യൂസ്, കണ്ണൂർ. നവകേരള സർവേയിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടി മറികടക്കാൻ അതിവേഗത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത സർക്കാർ. നയപരമായ കാര്യങ്ങളിൽ കോടതികൾക്ക് ഇടപെടാനാകില്ല എന്ന വാദമുയർത്തിയാണ് സർക്കാരിന്റെ പ്രതിരോധം. സംസ്ഥാനത്ത് ബാറുകളുടെ സമയം നീട്ടിയ നടപടിയിൽ സർക്കാരിലും പാർട്ടിയിലും ചർച്ചകൾ നടന്നില്ല എന്ന വിമർശനവും ഉയരുകയാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി മറികടക്കാൻ അതിവേഗത്തിലാണ് നവകേരള സർവേയുടെ കാര്യത്തിൽ സർക്കാർ മുന്നോട്ടു പോകുന്നത്. AGയുടെ നിയമോപദേശം തേടിയ ശേഷം സുപ്രീം കോടതിയിൽ ഹർജിയും ഫയൽ ചെയ്തു. നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം തികച്ചും സർക്കാരിന്റെ നയപരമായ കാര്യമാണെന്നും അതിൽ കോടതികൾക്ക് എത്ര കണ്ട് ഇടപെടാനാകുമെന്ന ചോദ്യവുമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വാദമുഖം. ഹൈക്കോടതി വിധിയിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടി വിജ്ഞാപനത്തിനു മുമ്പ് തന്നെ സർവേ നടപടികൾ പൂർത്തിയാക്കാനാണ് തയ്യാറെടുക്കുന്നത്. അതിനിടെ സംസ്ഥാനത്ത് ബാറുകളുടെ സമയം ദീർഘിപ്പിച്ച നടപടിയിൽ സഭാ അധ്യക്ഷന്മാരിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും വിമർശനം ശക്തമാകുന്നതിന് പിന്നാലെ പാർട്ടിക്കുള്ളിലും വിയോജിപ്പുയരുന്നു. ബാറുകളുടെ സമയം കൂട്ടുന്നത് മദ്യനയത്തിലെ മാറ്റമാണ്. ഇടതുമുന്നണിയിലോ സർക്കാരിലോ വേണ്ട രീതിയിൽ ചർച്ച നടത്തിയില്ല എന്നാണ് വിമർശനം. എക്സൈസ് മന്ത്രി സ്വന്തം നിലയിൽ തീരുമാനവുമായി മുന്നോട്ടു പോകുകയും മുഖ്യമന്ത്രിയിൽ നിന്ന് അനുമതി നേടുകയുമാണ് ഉണ്ടായതെന്ന വിമർശനമാണ്
സർക്കാരിലും പാർട്ടിയിലും ഉയരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് വേളയായതിനാൽ തൽക്കാലം വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാതെ മുന്നോട്ടു പോകാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് KSRTCയിലെ ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. മുഴുവൻ ജീവനക്കാർക്കും പ്രതീക്ഷിക്കാമെന്ന് മന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് KSRTCയുടെ ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്ഥാനം ലഭിക്കുകയും ആ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ പാർട്ടി വിടുകയും ചെയ്യുന്നത് അന്തസ്സാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു നല്ല മാന്യനായ വ്യക്തിയാണ്. UDFന്റെ കാലത്തെ എക്സൈസ് നയത്തിൽ ഒരു മാറ്റവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. ചട്ടങ്ങളിൽ ക്രമീകരണം വരുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ടൂറിസം കേന്ദ്രങ്ങളിൽ പൂർണ്ണമായും മദ്യ നിരോധനം പ്രായോഗികമല്ല. UDFുമായി ചർച്ച ചെയ്ത ശേഷമാണ് ക്രമീകരണം കൊണ്ടുവന്നത് എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭിന്നശേഷി അധ്യാപക നിയമനം വലിയ സങ്കീർണമായ പ്രശ്നമായിരുന്നു. ഇതിൽ കേരള കോൺഗ്രസ് നിരന്തരമായ ഇടപെടൽ നടത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സ്റ്റോറി രണ്ടാം ഭാഗം കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. ഒന്നാം ഭാഗം വന്നപ്പോൾ എങ്ങനെ പ്രതികരിച്ചുവോ അതേ നിലപാട് തുടരും. കേരളത്തിലെ മതേതര പ്രസ്ഥാനങ്ങൾ യോജിച്ച് നടത്തിയ മുന്നേറ്റവും മതനിരപേക്ഷത, ജനാധിപത്യം, വികസനം തുടങ്ങിയ നേട്ടങ്ങളിലെ അസൂയയും കൊണ്ടാണ് ഇത്തരം നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. കശുവണ്ടി വിളവെടുപ്പ് കാലമായിട്ടും തറവില നിശ്ചയിക്കാതെ സർക്കാർ. തറവില പ്രഖ്യാപിക്കാത്തതിനാൽ കശുവണ്ടി കർഷകർ തീർത്തും നിരാശരാണ്. വിപണിയിൽ റോസ്റ്റഡ് അണ്ടിപ്പരിപ്പിന് 100 ഗ്രാമിന് 170 രൂപ വരെ ഈടാക്കുമ്പോൾ കശുവണ്ടി കർഷകന് കിലോയ്ക്ക് പരമാവധി ലഭിക്കുന്നത് 150 രൂപ മാത്രമാണ്. കശുവണ്ടി സീസൺ തുടങ്ങിയിട്ടും തറവിലയിൽ തീരുമാനമില്ലാത്തതിനാൽ സംസ്ഥാനത്തെ ആയിരങ്ങളായ കശുവണ്ടി കർഷകർ നിരാശയിലാണ്. ഏതാനും മൊത്ത കച്ചവടക്കാരാണ് നിലവിൽ കശുവണ്ടി വിപണി നിയന്ത്രിക്കുന്നത്. സർക്കാർ ഇടപെടൽ ഇല്ലാത്തതിനാൽ സീസൺ ആരംഭത്തിൽ തന്നെ മോഹവില ഇടിയുന്നത് കർഷകരെ ഏറെ വിഷമത്തിലാക്കുകയാണ്. നിലവിൽ 150 മുതൽ 120 രൂപ വരെയാണ് കിലോവിന് ലഭിക്കുന്നത്. പരിപ്പിന്റെ വില അടിസ്ഥാനമാക്കി കശുവണ്ടിക്ക് തറവില നിശ്ചയിക്കണമെന്ന ആവശ്യം കർഷകർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. 250 രൂപയെങ്കിലും തറവില നിശ്ചയിക്കണമെന്ന് കർഷക കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നു. ഈ കാര്യം പലതവണ സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തീരുമാനമില്ല. കശുവണ്ടിക്ക് 250 രൂപ കുറഞ്ഞ തറവില നിശ്ചയിച്ചുകൊണ്ട് സഹകരണ സംഘങ്ങളിൽ കൂടെ ഗവൺമെന്റ് സംഭരിക്കണം എന്ന് നിരവധി തവണ നിവേദനങ്ങളിൽ കൂടെ കർഷക കോൺഗ്രസ് ആവശ്യപ്പെടുകയുണ്ടായി. അത് ഇതുവരെയും ഗവൺമെന്റ് കേട്ടതായി പോലും ഭവിച്ചിട്ടില്ല. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം കൊണ്ട് കശുവണ്ടിയുടെ ഉൽപാദനം 50% കുറഞ്ഞിട്ടുണ്ട്. കൂലിച്ചെലവും ഭീമമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷിക്കാരന് പിടിച്ചു നിൽക്കണമെങ്കിൽ 250 രൂപയിലധികം തറവില നിശ്ചയിച്ചുകൊണ്ട് ഗവൺമെന്റ് സംഭരിക്കണം. വിപണിയിൽ റോസ്റ്റഡ് മസാല അണ്ടിപ്പരിപ്പുകൾക്ക് 100 ഗ്രാമിന് മാത്രം 155 മുതൽ 170 രൂപ വരെ വില ഈടാക്കുമ്പോൾ കശുവണ്ടി കർഷകന് കിലോവിന് ലഭിക്കുന്നത് കേവലം 150 രൂപ വരെ എന്നത് വലിയ പ്രതിഷേധമുയർത്തുന്നു. 2 തവണ വേനൽ മഴ പെയ്താൽ കശുവണ്ടിക്ക് കറുപ്പടിച്ചെന്ന പേരിൽ വില കുത്തനെ കുറയ്ക്കുന്ന രീതികളും തറവില ഇല്ലാത്തതിനാൽ കശുവണ്ടി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് PK ശശി. ടൂറിസം സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം രാത്രിയാണ് രാജിക്കത്ത് കൈമാറിയത്. CPM വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് PK ശശി പദവി ഒഴിഞ്ഞത്. PK ശശിക്കെതിരെ CPM പാലക്കാട് ജില്ലാ ഘടകത്തിൽ കടുത്ത വിയോജിപ്പാണ് നിലനിൽക്കുന്നത്. KTDC പദവി ഒഴിയണമെന്ന ആവശ്യം വളരെ നേരത്തെ തന്നെ പാലക്കാട് ഘടകം മുന്നോട്ട് വച്ചിരുന്നു. സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് PK ശശിയെ തരം താഴ്ത്തിയിരുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി പാർട്ടി നേതൃത്വവുമായി അകന്നു നിന്ന ശശി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള LDF ജാഥയിലും പങ്കെടുത്തിരുന്നില്ല. നാളെ PK ശശി മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. PK ശശിയുടെ കൂടുമാറ്റത്തിൽ ജനം വിലയിരുത്തുമെന്ന് ബിനോയ് വിശ്വം. ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പ്രവർത്തിച്ച സ്ഥാനമാനങ്ങൾ ലഭിക്കാത്ത ആളുകൾ അപ്പുറത്തേക്ക് പോകുന്നത് ജനം കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ചത് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരല്ല, അവർ അങ്ങനെ ചെയ്യില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. T20 ലോകകപ്പ് ക്രിക്കറ്റിലെ ലീഗ് റൗണ്ട് മത്സരങ്ങൾ ഇന്ന് സമാപിക്കും. ഇന്ന് 3 മത്സരങ്ങളാണ് ഉള്ളത്. ഇതോടെ ഓരോ ഗ്രൂപ്പിലെയും ജേതാക്കളും റണ്ണറപ്പും വ്യക്തമാകും. വൈകിട്ട് 3 നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സിംബാബ്വേയെയും രാത്രി അഫ്ഗാനിസ്ഥാൻ കാനഡയെയും നേരിടും. നമീബിയയെ തോൽപ്പിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്ക് പിന്നിൽ 2ാം സ്ഥാനക്കാരായി ഗ്രൂപ്പ് എയിൽ നിന്നും സൂപ്പർ 8-ൽ പ്രവേശിച്ചു.
ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.